നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതെ, ഞാൻ ഈ പറയുന്നത് ആദിമോനെ സ്വന്തം മോനെ പോലെ സ്വീകരിക്കും. അയാൾക്ക് പിന്നെ ഒരു മോൾ കൂടിയുണ്ട്. ആ മോളെയും ആദ്യ പോലെ കണ്ടാ മതി. ആരുടെ കാര്യം മോനെ പറയുന്നത്? അത് പിന്നെ അതെ, മറ്റേ മോനെ ഹരി. ഹരിയുടെ കാര്യമാ, അല്ലാതെ പിന്നെ ആരുടെ കാര്യമാ എനിക്ക് പറയാനുള്ളേ? അതെ മോനെ, നിങ്ങൾക്ക് പരസ്പരം അറിയാം, പിന്നെ നിങ്ങൾ നല്ല സുഹൃത്തുക്കളുവാ. എന്നാ പിന്നെ രണ്ടു കുഞ്ഞുങ്ങളുടെ ഭാവി നോക്കി നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ? എന്റെ അഭിപ്രായം അത് തന്നെയാ മോളെ. നിങ്ങൾക്കൊക്കെ ഇത് എന്താ പറ്റിയത്? ഹരിയും ഞാനും തമ്മിൽ പ്രണയമുണ്ടെന്ന് നിങ്ങക്ക് തോന്നിയോ? അല്ല മോളെ, അങ്ങനെയൊന്നും അല്ല. ഞങ്ങൾ സുഹൃത്തുക്കളാ, പരസ്പരം എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എല്ലാ കാര്യവും ചെന്ന് കല്യാണത്തിലല്ലല്ലോ അവസാനിക്ക. കല്യാണിക്ക് ഒരു അമ്മയെ അന്വേഷിച്ച് നടക്കുന്ന കാര്യം എന്താ? കല്യാണിക്ക് ഒരു അമ്മയില്ലേ, വീണ. വീണ ഇപ്പോ അമ്മാവിന്റെ വീട്ടിൽ തന്നെയില്ലേ? മോളെ, എല്ലാ കാര്യം അറിയുന്ന മോള് തന്നെയാണോ ഇത് പറയുന്നത്? ഹരിയും വീണയും തമ്മിലുള്ള ജീവിതം എങ്ങനെയായിരുന്നെന്നും മോള് മനസ്സിലാക്കിയതല്ലേ? മനുഷ്യർക്ക് വീഴ്ച വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞു തീർക്കും, എന്നിട്ട് മുന്നോട്ട് പോവും. ഒരുപക്ഷെ വീണയുടെ തിരിച്ചുവരവിന് അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിലോ? മോളെ, അത് അമ്മയൊന്ന് ആലോചിച്ചു നോക്കിയേ. ഹരിയുടെ വീട്ടില് ഇപ്പൊ കല്യാണിയുടെ സ്വന്തം അമ്മയുണ്ട്, അവളെ പ്രസവിച്ച അമ്മ. ഞാൻ അതിന് പകരാവോ? ആവോ അമ്മേ? അത് മോളെ, ഒരു വാശിക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാം. പക്ഷെ നമ്മളെല്ലാരും കൂടി ശ്രമിച്ചാൽ ചിലപ്പോ അവരെ ഒരുമിപ്പിക്കാൻ പറ്റും. നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും വീണയെ മറികടന്ന് എന്റെ ഭാഗത്തുനിന്നൊരു തീരുമാനം ഉണ്ടാവില്ല. മനസ്സുകൊണ്ട് പോലും ഒരാളെ വേദനിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമല്ലമ്മേ. ഞാൻ പറഞ്ഞത് മനസ്സിലായെങ്കിൽ ഇനി എന്നെ നിർബന്ധിക്കരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.